ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതേ ഒരു ആംബുലൻസ് സെറ്റ് ചെയ്യാൻ പോകട്ടോ. എക്കോസ്പോർട്ടിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സാധനം. ഇത് 6 പീസാണ് വരിക. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എവിടെ വരാം, നമ്മൾ ഡോർ പേഡൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോർ പേഡിലും ഡാഷ്ബോർഡൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലൈറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരും. നമ്മളെ സ്ലിപ്പോ മൊഡ്യൂളൊക്കെ കേടുന്ന ഇതാണ് വരുന്നത്. ഇതിൽ 5 മോഡ്യൂൾ വരും. 1 2 3 4 5 ഇങ്ങനെ 5 മോഡ്യൂൾ വരും. അതേമാതിരി 6 സ്ലിപ്പും വരും. ഈ ചെറിയ സ്ലിപ്പ് വരുന്നത് ആ സൈഡിലേക്കും, ഏറ്റവും ലോങ് വരുന്നത് ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ 4 സ്ലിപ്പ് നമ്മളെ ഡോർ പേഡിൻ്റെ ഒരേ മാതിരി വരും. ഇത് നമ്മളെ ബൂട്ട് ലൈറ്റ് വരുന്നത്. ഇത് ഇതേമാതിരി 4 വരും ബൂട്ട് ലൈറ്റ്. നമ്മളെ ഇത് കാല് വെക്കിനോടത്ത് സീറ്റിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ K4 എന്ന് പറഞ്ഞ സാധനമാണ് എടുത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാലേ, നമ്മളൊരു കീ ഓൺ ആക്കി വരുന്നൊരു ഫ്യൂസിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ മെയിൻ മൊഡ്യൂൾ വരുന്നത്. ഇത് സെൻട്രൽ മൊഡ്യൂൾ എന്ന് പറയാം, സെൻട്രൽ കൺട്രോൾ എന്നൊക്കെ പറയും. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് നമ്മൾ ഫ്യൂസ് ബോക്സിലേക്ക് കീ ഓൺ ആക്കി വരുന്ന കറണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതുമ്പോൾ വയർ കണക്ട് ചെയ്ത് 4 ഡോർ പേഡിലേക്ക് ഇട്ടിട്ട് അത് ഓരോ ഡോർ പേഡിലും ഓരോ മൊഡ്യൂൾ കണക്ട് ചെയ്യാം. നമ്മൾ ഈ സെൻട്രൽ മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ഡാഷ്ബോർഡിലേക്കുള്ള 2 കണക്ഷനും അതേമാതിരി ഈ ഒരു ബൂട്ട് ലൈനിൻ്റെ കണക്ഷനും എടുക്കുക. അപ്പോൾ ഇനി ഫിറ്റ് ചെയ്ത് എങ്ങനെ നോക്കാം. നമുക്ക് ഡോറിലും ഡാഷ്ബോർഡിലൊക്കെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ നമ്മൾ 2 ഡോർ പേഡിലും വേണ്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ഡാഷ്ബോർഡിലും ഫ്രണ്ട് ഡോറിലാണ് ചെയ്യുന്നത്. ഡാഷ്ബോർഡാണ് കുറച്ച് റിസ്ക്കായിട്ട് വരുന്നത്. നമ്മൾ ഇതിലേക്ക് വരണമെങ്കിൽ ഫോണൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാട്ടോ ഇങ്ങനെ വരിക. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഒരു 64 മോഡ് വരുന്നുണ്ട് ഇതിൽ. പിന്നെ നമ്മളെ മ്യൂസിക് അനുസരിച്ച് ചേഞ്ച് ആവും, എല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം ആർക്കെങ്കിലും ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഡാഷ്ബോർഡിൽ കണ്ടോ, ഡാഷ്ബോർഡിൽ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൽ വരുന്ന പീസ് നമ്മൾ ഇതിനായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ.